ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ഇൻട്രോയിൽ ചെറിയൊരു ചേഞ്ചൊക്കെ തോന്നിയിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല കേട്ടോ, ഇന്ന് നമ്മളൊരു ജേണലാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അത് ഒരു സ്കൈ ഓർ ഗാലക്സി തീമിലാണ്. ഈ ആകാശം നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പലർക്കും അങ്ങനെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചില സമയത്തൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ, നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആവാൻ എനിക്ക് തോന്നുന്നു ഈ വേറെ സംഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് തന്നെ ധാരാളം. വെറുതെ ഒന്ന് ആകാശത്തോട്ട് നോക്കിയിരുന്നാൽ നമുക്കവിടെ പല രൂപങ്ങൾ വരെ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ നമ്മുടെ സൺഫ്ലവർ ജേണൽ ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ചെയ്തതായിരുന്നു ഈ ഒരു ജേണൽ. അന്ന് എനിക്കെന്തോ വലിയ ഇഷ്ടമായില്ല. പിന്നെ ഇന്നലെ ഞാൻ ജേണൽ ബുക്ക് എടുത്ത് നോക്കിയപ്പം കാണാൻ കുറച്ചൊക്കെ ഒരു ഭംഗിയുണ്ട്, മീൻസ് അങ്ങനെ ഭയങ്കര ഭംഗിയില്ല, വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യും. ഞാൻ ഈ ഒട്ടിച്ച പേപ്പർ ഉണ്ടല്ലോ, രണ്ട് സൈഡിൽ ഒട്ടിച്ചത്, അതൊരു പാറ്റേൺ പേപ്പറാണ്. ഞാൻ വേറെ വീഡിയോയിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് വാങ്ങിച്ചു വെച്ച കുറച്ച് പാറ്റേൺ പേപ്പറൊക്കെ വീട് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൈവച്ച് കയറിയിട്ടാണ് ആ ഫസ്റ്റ് പേജിലും സെക്കൻഡ് പേജിലും ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്, അത് ഒരു വൈറ്റ് പേപ്പർ ഞാൻ ജെൽ പെന്ന് വെച്ച് എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു. പിന്നെ ഒരു സ്റ്റിക്കർ, ഗാലക്സിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ പേപ്പർ കൂടെ ഉണ്ടായിരുന്നു കയ്യിൽ, അതും ഇതുപോലെ കൈ വെച്ചിട്ട് കീറിയിട്ട് മറ്റൊരു കോർണറിലും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ആ നെക്സ്റ്റ് പേജിൽ ഒട്ടിച്ച സംഭവം എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ലായിരുന്നു. അത് വെട്ടിയതൊന്നും വലിയ വൃത്തിയായിട്ടില്ല. അപ്പം ഞാൻ മറ്റേന്ന് ഒരു പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാൻ വിചാരിച്ചിട്ട് ഒരു പഴയ ഡയറിയിൽ നിന്ന് ഒരു പേജ് എടുത്തിട്ട് കുറച്ച് സംഭവം പിൻട്രസ്റ്റിൽ എങ്ങാണ്ട് നോക്കിയിട്ട് എഴുതിയതാണ്, ഒരു സ്കൈ റിലേറ്റഡ് വരുന്ന, അതൊന്ന് എഴുതിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് കൊറിയൻ ബോയ്സ് അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പറ്റേ കുഞ്ഞേതായി പോയതുകൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് മാച്ചായിട്ടുള്ള സംഭവങ്ങളൊന്നും വേറെ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതേപോലെ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ നോക്കുമ്പം എനിക്ക് വരക്കാൻ പറ്റാത്ത കുറേ സ്റ്റിക്കേഴ്സൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നില്ല. പിന്നെ ഞാൻ പർപ്പിളിൽ ജസ്റ്റ് കുറച്ച് എന്നോ ഒരു ദിവസം പെയിൻറ്റ് ബാക്കി വന്നപ്പം ഉണ്ടാക്കി വെച്ച കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജസ്റ്റ് ഒരു 3 സർക്കിൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുക്കുന്ന കുഞ്ഞിക്കൈകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ജേണൽ കേട്ടോ. ഇത് പിന്നെ നമ്മുടെ സൺഫ്ലവർ ജേണലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു സ്കൈ തീം ജേണലും കൂടെ ചെയ്തു. ഇനി നമ്മൾ ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലോട്ടുള്ള ഒരു ഗിഫ്റ്റ് പാക്കിങ് ചെയ്യാം. ഗിഫ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിലൊരു വാച്ചിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ബോക്സാണ്. പക്ഷേ സാധനങ്ങൾ ഇതിലൊന്ന് അറേഞ്ച് ചെയ്താലുള്ളൂ എല്ലാം ഇതിൽ ഫിറ്റ് ആവുമോ എന്നുള്ളത് അറിയുള്ളൂ. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കീ ചെയിൻ, പിന്നെ ഇതുപോലെ 2 പെന്ന് ഒരു പൗച്ചിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഒരു കീ ചെയിനാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയതുണ്ട്. പിന്നെ വന്നിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ, ഈ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് ആക്കി ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. വിചാരിച്ചു പഠിച്ചോനെ ഇത് തുറക്കാനും കിട്ടുന്നില്ലേന്ന്, പക്ഷേ കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഗേളിൻ്റെ കോട്ടും കൂടി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമ്മളെ വാൾ പോസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി വാൾ പോസ്റ്റേഴ്സ് തന്നെയാണ്. ആ ഒരു വീഡിയോ പോയി കണ്ടാൽ അത് കാണാൻ പറ്റും. പിന്നെ ഞാനിത് 3 കോലുമിഠായി ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 എണ്ണം ബിഷ്ണു കഴിച്ചു, പിന്നെ ഒന്നും കൂടി ഉള്ളൂ. അപ്പോൾ അതും അവൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടാൽ ചോദിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഗിഫ്റ്റായിരുന്നു ഒഴിവാക്കിയിട്ടുണ്ട്. പകരം നമ്മൾ കുറച്ചും കൂടി ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നാണ് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ്. കാരണം നമ്മൾ വാൾ പോസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ സൈഡ് ടാപ്പും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള കമ്മൽ, ഇത് നമ്മൾ ഫസ്റ്റ് ഗീവ് അവേയിൽ ഗിഫ്റ്റ് കൊടുത്തപ്പോഴും ഇങ്ങനത്തെ ഒരു ഐറ്റം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞു ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നവർക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇതുപോലെ ഒരു കമ്മൽ, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കമ്മൽ. പിന്നെ ഇങ്ങനെ വരുന്ന ഒരു സ്ക്രഞ്ചിയാണ്, കുറച്ച് ക്യൂട്ടായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കിൽ എന്തോ ഒരു സംഭവം ഇടയിൽ വരുന്നുണ്ട്, അങ്ങനെ ഒരു സ്ക്രഞ്ചിങ് കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ക്രാബാണ്. ഈ ക്രാബ് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ അവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഭംഗി തോന്നിയത് ഇതാണ്. പിന്നെ വേറെ ഷോപ്പിലൊന്നും കയറാൻ എനിക്ക് പറ്റിയതുമില്ല. അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മൾ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് വെക്കുവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. പക്ഷേ ബോക്സ് അടച്ച് കഴിഞ്ഞപ്പം എവിടെയോ ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് പോസ്റ്റ് അയക്കാനുള്ളതാണല്ലോ, എങ്ങാനും ഡാമേജ് ആവുമോ എന്നൊക്കെ പേടി. അപ്പോൾ ഞാൻ ആ കുഞ്ഞു ഐറ്റംസൊക്കെ ആ ഒരു സ്റ്റിക്കർ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻസ് നമ്മളെ കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കമ്മൽ, കീ ചെയിൻ, സ്ക്രഞ്ചീസൊക്കെ ഞാൻ ആ സ്റ്റിക്കർ ബോക്സിൽ ആഡ് ചെയ്തു.
പിന്നെ ബോക്സിൻ്റെ 4 സൈഡും നന്നായിട്ട് തന്നെ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അത് തുറന്ന് പോരുമെന്ന് പേടിച്ചിട്ടായിരുന്നു കേട്ടോ. ഇനി വന്നിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്യണം. അപ്പോൾ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് റാപ്പ് ചെയ്യുന്നത്. പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് റാപ്പ് ചെയ്യുന്ന നല്ലൊരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുമ്പം പേപ്പർ കീറി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് വേണമെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് റാപ്പിങ് എന്താ പറയുക, വലിയ ഒരു വൃത്തിക്ക് അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്. മറ്റേ വീഡിയോസ് ഒന്നും കാണാണ്ട് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാകും, എന്തപ്പോൾ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ആണല്ലോ അധികം എന്നുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ വീഡിയോ ചെയ്തത്. ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അങ്ങനെ ആയിരുന്നു നമ്മുടെ ആ ഒരു സംഭവം. പിന്നെ അതിലോട്ട് ഇതേ ഇപ്പോൾ കണ്ടല്ലോ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലേറെ അന്ന് ആ വീഡിയോക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.